എല്ലാരും വിഷു ഒക്കെ ആയിട്ട് ഒന്നും ഓഫർ ഇല്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാല് ഞാനിപ്പോ ഇവിടെയുള്ള എയർലൈൻസ് ഒക്കെയാണ് കാണിക്കുന്നത് എടുത്തിട്ട്. അതായത് ഇവിടെ ഇപ്പൊ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള മിക്ക പീസുകളും അതായത് ഹാൻഡ് വർക്ക് ഉള്ളതൊക്കെ ഉണ്ട്. എല്ലാം 2500 ആ റേഞ്ച് ആണ്. അപ്പൊ ഞാൻ ഇന്നത്തേക്ക് മാത്രം, അതായത് ഇപ്പൊ ഈ സാറ്റർഡേ, നാളെ എൻക്വയറി ചെയ്യുമ്പോൾ നിങ്ങൾ അന്ന് ആ റേറ്റ് ആണല്ലോ പറഞ്ഞത് പറയരുത് കേട്ടോ. അപ്പൊ ഇന്നത്തേക്ക് വിഷു സ്പെഷ്യൽ ആയിട്ട് ഞാനിപ്പം ഈ 2500 ആ റേഞ്ചിലൊക്കെ 1990 വിത്തൗട്ട് ഷിപ്പിംഗ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇതിൽ ഹാൻഡ് വർക്ക് ഉള്ള പീസും എല്ലാം ഉണ്ട്. പിന്നെ ചെറിയ ഈ കോട്ടൺ ഫാബ്രിക് തന്നെ ത്രെഡ് വർക്കും ഫുൾ വരുന്നത് കാണുമ്പോൾ സിമ്പിൾ കോട്ടൺ ആണെന്ന് വിചാരിക്കരുത്. അപ്പൊ അതെല്ലാം 2450 550 ആ റേഞ്ച് ഒക്കെ ആയിരുന്നു. അപ്പൊ അതും ഇന്ന് 1990 വിത്തൗട്ട് ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് വിഷുവിന്റെ എനിക്ക് ഒരു വിഷു കൈനീട്ടമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഓരോന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോ ഇതിനകത്ത് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഇതാണ്. ഇതിപ്പോ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, കോട്ടൺ എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ ആക്കരുത്. കാരണം ഇതിനകത്തോട്ട് ഫുൾ ഓൾ ഓവർ ഇതിനകത്ത് കാണുന്ന ഓരോന്നും ത്രെഡ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു ഫാബ്രിക് പെയിന്റ് ചെയ്തേക്കുന്നതാണ്. ആ മെറ്റീരിയൽ അത്രയും ഇതാണ്. ഇത് 2550 റേഞ്ച് തന്നെയായിരുന്നു. അപ്പം എല്ലാം 1990 ഇന്നത്തേക്ക് മാത്രം. ഓക്കെ, ഇതാണ് ഇതിന്റെ തന്നെ 3 കളേഴ്സ് ഉണ്ട്. ഒരു കളർ ഇത് അത്രയും നല്ല ഫാബ്രിക് ആണ് കേട്ടോ. ഇത് സ്ലീവിലോട്ടൊക്കെ ഇതേപോലെ ചെയ്തിട്ട് ഇതിന്റെ സെക്കൻഡ് കളർ വന്നിട്ട് ഇതുപോലെ സെക്കൻഡ് കളർ ഇതാണ്. ഈ ഒരു വൈറ്റും ഇത് സൂപ്പർ ആണ്. ഞാൻ പറയാം അത്രയും നല്ല ഫാബ്രിക് ആണത്. അപ്പൊ സെക്കൻഡ് കളർ ഇത്. തേർഡ് കളർ വന്നിട്ട് ഈ ഒരു പിങ്ക് ആണ്. ഇതുപോലെ തേർഡ് കളർ വന്നിട്ട് ഈ ഒരു പിങ്ക് കണ്ടോ ഇതുപോലെ. അപ്പൊ 3 കളേഴ്സ് ആണ്. സ്ലീവിലോട്ടൊക്കെ ഇതേപോലെ ബോർഡർ ഒക്കെ വെച്ചിട്ട് 3 കളേഴ്സ്. പിന്നെ ഇതും നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഇട്ടേക്കുന്ന എല്ലാം 2350 450 ആ റേഞ്ച് ഒക്കെയാണ്. അപ്പൊ ഇതും എല്ലാം ഇന്നത്തെ ഒരു ദിവസത്തേക്ക് നല്ല അടിപൊളിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത്, ഇത് ക്രേപ്സ് എന്താ പറയാ ചിനോൺ ഫാബ്രിക് ആണ്. ഡ്രൈ വാഷ് ചെയ്യണം. ഹാൻഡ് വർക്കോട് കൂടി ഇതേപോലെ വന്നിട്ടുണ്ട് ഇത്. പിന്നെ ഇതും കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും സിമ്പിൾ ആയിട്ടൊരു ഇതാണോ എന്ന് വിചാരിക്കരുത്. ഇത് മസ്ലിൻ ഫാബ്രിക് ആണ്. ആ ഫാബ്രിക് തന്നെ കോസ്റ്റ്ലി വരുന്നതാണ്. ഇതുപോലെ നല്ല, ഇത് സമ്മറിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ മൊഡാൽ സിൽക്കിന്റെ അതേ ഫീൽ വരുന്നത് കേട്ടോ. ഭയങ്കര സൂപ്പറാണ്. വേറെയും ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇത്. ഓക്കെ, പിന്നെ വന്നിട്ട് ഇതും ഇതുപോലെ തന്നെ സ്ലിറ്റ് ആണ്. ഇത് എന്താ പറയാ ക്രേപ്പ് സിൽക്കിലോട്ട് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നുണ്ട്. ഇത് കാണുമ്പം സിമ്പിൾ ആണെങ്കിലും ഈ ഗ്രീനാ കാണുന്നുള്ളൂ നിങ്ങൾ. പക്ഷെ വി കോളറിൽ ഇതുപോലെ ഫുള്ളി യെലോയുടെ ഹാൻഡ് വർക്കും ഉണ്ട്. യെല്ലോ ബീഡ്സ് വെച്ചിട്ട് സ്ലീവിൽ ഇതേപോലെ ഇത്. പിന്നെ ഈ ഒരു കഫ്താൻ ഒത്തിരി പേര് എന്നോട് എൻക്വയറി ചെയ്തായിരുന്നു. പക്ഷെ സൈസ് നമുക്കില്ലാത്തത് കൊണ്ട് മാത്രം ഞാനിപ്പോ ഇതിനകത്തോട്ട് ചെയ്യുന്നത് കണ്ടോ. ഇത് ഫുള്ളി ത്രെഡ് വർക്കായിട്ട് ഫുള്ളി ഇത് കണ്ടോ വന്നേക്കുന്ന ഈ സൈഡിലോട്ട് കഫ്താൻ വിത്ത് ഇന്നർ ആണ്. ഓക്കെ, അപ്പം ഇത് പിന്നെ വന്നേക്കുന്ന ഇതൊക്കെ റേറ്റ് കുറവാട്ടോ. ഇത് 1550 ഒക്കെ ഉള്ളൂ. ഇത് കണ്ടോ, ഇതൊരു ഫുള്ളി നല്ല ഗ്രീൻ വിത്ത് അത്രയും ഫിനിഷിംഗിൽ നമ്മൾ ചെയ്തേക്കുന്ന ഇതൊക്കെ. അപ്പം ഇതൊരു പാറ്റേൺ. ഇത് പിന്നെ ഇത് കണ്ടോ, ഈ ഒരു പാറ്റേൺ ഇതുപോലെ നല്ല യോക്ക് ഇതെല്ലാം വെച്ചിട്ട് ഇതേപോലെ നല്ല ലൈറ്റ് ലാവൻഡർ കളറിലോട്ട് ഡസ്റ്റി ലാവൻഡർ ഈ ഒരു ഫാബ്രിക്. പിന്നെ ഇതും ക്രഷ്ഡ് ഓർഗൻസ ആണ്. ഇത് ഈ വീഡിയോക്ക് പോലും ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാൻ ഷോപ്പിൽ നിന്ന് ഇപ്പൊ എടുത്തേക്കുന്നതാണ്. ക്രഷ്ഡ് ഓർഗൻസ ഫാബ്രിക്കിലോട്ട് വി നെക്കിൽ ഇതേപോലെ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ആണ്. സ്ലീവിലോട്ടും ഇതേപോലെ കണ്ടോ, ഇങ്ങനെ വെക്കുമ്പോൾ അതറിയുള്ളൂ. സ്ലീവിലോട്ടും ഹാൻഡ് വർക്ക് ആണ് ഇത് കൊടുത്തേക്കുന്നത്. ഇതുപോലെ ഉണ്ട്. ഞാൻ ഇതിന്റെ ക്ലോസ് ആയിട്ടുള്ള പിക്ക് ഇട്ടത് കേട്ടോ. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല, ഷോപ്പിൽ നിന്ന് ഞാനിപ്പോ എല്ലാ പീസും കുറെ എയർലൈൻസ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നതാണ്. ഇത് ഒത്തിരി പേര് റിസീവ് ചെയ്തിട്ടുണ്ടാവും. കട്ട് ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള വർക്ക് ചെയ്ത് ബ്ലൂ, നല്ല ഡാർക്ക് ബ്ലൂ കളറ് ഇത്. പിന്നെ ഇതിന്റെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ സെയിം കോസ്റ്റ് തന്നെ വരും. ഇപ്പൊ ഈ ഉള്ള പീസിൽ നിന്നാണ് ഇവിടെ ഈ റെഡി പീസുകളിൽ നിന്നാണ് കേട്ടോ ഇങ്ങനെ ഒരു ഓഫർ ഉള്ളത്. ഇതിന്റെ പ്ലസ് സൈസ് ഉണ്ടാവും. റാണി പിങ്ക് കളറിലോട്ട് ഇതേപോലെ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് ഇത്. ഓക്കെ, പിന്നെ വന്നിട്ട് ഇതും ഡോള സിൽക്ക് ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇതേപോലെ ഈ ഒരു ഹാൻഡ് വർക്ക് കണ്ടോ, അത്ര ബ്യൂട്ടിഫുൾ ആണ്. നല്ല കട്ട് ബീഡ്സ് വെച്ചിട്ട് ഇതേപോലെ ഒരു ഹാൻഡ് വർക്ക്. അതുപോലെ ഇതിന്റെ സ്ലീവ് ഇതേപോലെ. ഈ സ്ലീവ് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. കുറച്ച് പേരെല്ലാം റിസീവ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഇവിടെ നിന്നാണ് ഹാൻഡ് വർക്ക് കൊടുത്തേക്കുന്നത്. എന്താ പറയാ ഒരു സെമി സിൽക്ക് ഫാബ്രിക് എന്ന് പറയും, റാണി സിൽക്ക് എന്നൊക്കെയാണെന്ന് പറഞ്ഞത്. ഇതേപോലെ ഒരു നല്ല ഡാർക്ക് കോഫി കളറില്ല മെറൂണിലോട്ട് ഇതുപോലെ ഫുള്ളി ബൂട്ടാസ് വന്നിട്ട് ഒരു ചെറിയ സിൽവറിന്റെ ഒരു ഡൾ സീക്വൻസ് ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഓൾ ഓവർ ഉണ്ട്.
എന്നിട്ട് നമ്മളൊരു ബോക്സ് ഫ്ലീറ്റ് ഒക്കെ കൊടുത്ത് ഇത്രയും ഫിനിഷിംഗിൽ ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞില്ല ഇതെല്ലാം 2550 റേഞ്ച് ആയിരുന്നു. അപ്പം ഇത് ഇന്നത്തേക്ക് മാത്രമാണ്. ക്രഷ്ഡ് ഓർഗൻസ ഫാബ്രിക്കിലോട്ട് നമ്മൾ ഇതേപോലെ റാണി സിൽക്കിന്റെ ഒരു യോക്ക് വെച്ചിട്ട് ഇതേപോലെ നല്ല സൂപ്പർ കളറാട്ടോ. കാരണം ഇരുണ്ട റാണി കളറാണ്. ഈ ഫാബ്രിക് ഒക്കെ അത്രയും നല്ല സൂപ്പർ ഫാബ്രിക് ആണ്. ഇതും ഒരു പൈപ്പിംഗ് വെച്ചിട്ട് ഇതേപോലെ ഉണ്ട്. ഈ ഫാബ്രിക് തന്നെ ഞാൻ പറഞ്ഞില്ല എത്രയും കോസ്റ്റ് വരുന്നതാണ്. പ്രോജക്റ്റിലോട്ട് റാണി പിങ്ക് വെച്ചിട്ട് ഇതുപോലെ മൊഡാൾ സിൽക്കിന്റെ യോക്ക് വെച്ച് സീക്വൻസ് ചെറിയൊരു നമ്മള് ഹാൻഡ് വർക്ക് ചെറുത് സീക്വൻസ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഫിനിഷ് ബ്യൂട്ടിഫുൾ ആണ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. ഇത് പിന്നെ ലാസ്റ്റ് വന്നിട്ട് ഇതും നേരത്തെ കാണിച്ച മസ്ലിൻ ഫാബ്രിക് ആണ്. ഞാൻ ഒരു യെല്ലോ കാണിച്ചായിരുന്നില്ലേ, അതേപോലെ തന്നെ ഇതുപോലെ ഫുള്ളി ലേസ് വർക്ക് ഒക്കെ ചെയ്തിട്ട് ഈ ഫാബ്രിക്കിന്റെ ആണ് നമുക്ക് ഈ കോസ്റ്റ് വരുന്നത്. ഇതേപോലെ ഉണ്ടാവും. ഓക്കെ, ഇത് ഇതേപോലെ നല്ലൊരു ഡസ്റ്റി കളറിൽ ഇതുപോലെ യോക്ക് ഇതേപോലെ കൊടുത്തിട്ട് ഈ ഒരു പാറ്റേൺ അത്രയും ഇതെല്ലാം ഫാബ്രിക് നമ്മൾ അത്രയും സൂപ്പർ ഫാബ്രിക്സ് ആണ്. ഇതും കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടായിരുന്നു. ക്രഷ്ഡ് ഓർഗൻസ ഫാബ്രിക്കിൽ ഇതേപോലെ യോക്കിലോട്ട് ഇതേപോലെ നല്ല ആലിയ കട്ട് ചെയ്തിട്ട് ഫുള്ളി ഹാൻഡ് വർക്ക് ചെയ്തിട്ട് ഇതിനൊന്നും 1990 ഇല്ല കേട്ടോ. ഞാൻ എല്ലാം കൂടി മിക്സ് ആയിട്ട് കാണിക്കുന്ന കൂട്ടത്തിൽ ഇതും കാണിച്ചതാണ്. പിന്നെ ഇത് സ്ലിറ്റ് ഉള്ള പാറ്റേൺ ആണ്. സോഫ്റ്റ് ബോൾസ് ഒക്കെ വെച്ചിട്ട് ഇതേപോലെ കണ്ടോ ഇങ്ങനെ ഉണ്ടാവും. സ്ലിറ്റ് ഉള്ള ഓർഗൻസയിലോട്ട് ഫുള്ളി 3 ലെയർ ഇതൊക്കെ വെച്ചിട്ട് വിത്ത് ലൈനിങ്. സ്ലീവിലോട്ടും സെമി മസ്ലിൻ ഫാബ്രിക് ആണ്. എ ലൈൻ ആണ്. ഓക്കെ, ഇതുപോലെ അങ്കരക്ക പാറ്റേണിലോട്ട് ഇത് വരയ്ക്കും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇതിന്റെ ഇതാ ഈ ഒരു ഹക്കോബയുടെ ഇത് വന്നിട്ട് ഫുള്ളി ഹക്കോബയുടെ പ്രിന്റ് ആണ്. എ ലൈൻ ഇവിടെ ഇതൊക്കെ വെച്ചിട്ട് എന്താ പറയാ 2-3 ഡേയ്സിൽ മാക്സിമം, അതായത് ഉള്ള പീസുകളിൽ നിന്നാണെങ്കിൽ നമ്മൾ ഒരു വെനസ്ഡേ ഒക്കെ വർക്കിംഗ് ഡേയിൽ നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.